മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റിന് പ്രാർത്ഥനയ്ക്ക് ഇതാ നമ്മൾ സജ്ജമായി കഴിഞ്ഞു. ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും ദുഃഖങ്ങളും കരച്ചിലും ദുരിതങ്ങളും വിഷാദങ്ങളുമാണ് കാണുന്നത്. മദ്യപിച്ച് വരുന്ന മകനോർത്തുള്ള വിലാപം, ലഹരി വസ്തുക്കൾക്ക് അടിമകളായി പരസ്പരം തല്ലിത്തകർക്കുന്ന ജീവിതങ്ങൾ, തമ്മിലടിച്ചും കുത്തിക്കൊല ചെയ്തും കണ്ണീരണിയുന്ന ഭവനങ്ങൾ, പോലീസ് കേസിൽപ്പെട്ട് പൊട്ടിക്കരയുന്ന കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ തമ്മിലടിച്ച് ഒരു സ്വസ്ഥയുമില്ലാത്ത അവസ്ഥ, എല്ലായിടത്തും ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷാദങ്ങളുമാണ്. ഇപ്രകാരം കിടക്കുന്ന മക്കളോട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 41 സങ്കീർത്തനം 5 വാക്യം, എൻ്റെ ആത്മാവേ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാത്തത് കൊണ്ടാണ് സങ്കടങ്ങളും വിഷാദങ്ങളും ഒന്നിനുമേലൊന്നായി നമ്മുടെ രാജ്യത്തും കുടുംബത്തും ഹൃദയത്തിലും അരങ്ങേറുന്നത്. വചനം ചോദിക്കുകയാണ്, നീ എന്തിനാണ് വിഷമിക്കുന്നത്? ദൈവം നൽകുന്ന വേദനകളും സങ്കടങ്ങളും അതിൻ്റെ നുഖങ്ങൾ വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. എന്തെന്നാൽ എന്നേക്കുമായി ദൈവം ആരെയും ഉപേക്ഷിക്കുകയില്ല. സഹനത്തിൻ്റെ ശക്തി കൂടുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവിക സാന്നിധ്യം തരുന്നതല്ലേ അത്? ദൈവിക വിശുദ്ധീകരണത്തിന് സഹനങ്ങൾ ആവശ്യമല്ലേ? ആത്മീയതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് വളരണമെങ്കിൽ സഹനം ആവശ്യമാണെന്ന് വചനവും ആത്മീയ പിതാക്കന്മാരും നമ്മൾ ഉപദേശിക്കുന്നില്ലേ? പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിയുവാൻ, നവീകരിക്കപ്പെട്ട ഹൃദയം ധരിക്കുവാൻ സഹനങ്ങൾ നമുക്കാവശ്യമാണ്. സഹനത്തിൻ്റെ പെരുമഴയിലും പ്രത്യാശയുടെ കുടചൂടി പുഞ്ചിരിച്ച് നടക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രത്യാശ നമ്മിൽ വളരുന്നതനുസരിച്ച്, ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നതിൻ്റെ തോതനുസരിച്ച് നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ദുശീലങ്ങളും തഴക്കദോഷങ്ങളും നമ്മിൽ നിന്ന് വിട്ടുപോകും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മകളെ, കർത്താവിൻ്റെ ആശ്വാദത്തിനായി ശിരസ്സ് നമിക്കാം. നമ്മുടെ വിഷാദങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ കർത്തൃകരങ്ങളിലേക്ക് അർപ്പണം ചെയ്യാം. ഇന്നത്തെ വചനം എവിടെയെല്ലാം ഷെയർ ചെയ്യുന്നുവോ അവിടെയെല്ലാം അനുഗ്രഹ പൂമഴ വർഷിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.